ഗുഡ് മോർണിംഗ് കേരള. വാർത്തയുടെ പുതിയ പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ ഒഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട്. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് IMD മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിൽ ഇന്ന് CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. കോഴിക്കോട് നിന്ന് ഒരു ദാരുണമായ സംഭവത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. താമരശ്ശേരിയിലെ കൊരങ്ങാട് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുകാരി അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. ആദ്യം പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മരണത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. കേരളത്തിൽ ഈ വർഷം ഇതുവരെ 5 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. കുളങ്ങളിലും മറ്റ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും പ്രത്യേകിച്ച് ഒഴുകിപ്പോകാത്തതുമായ വെള്ളത്തിൽ പ്രവേശിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നന്നാകും. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ വെള്ളപ്പൊക്കം. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. ശനിയാഴ്ച രാവിലെ പെട്ടെന്നുണ്ടായ മേഘവിസ്ഫോടനം ജില്ലയിൽ അതിശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി. നിരവധി തീർത്ഥാടകർ ഒഴുക്കിൽപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ചെനാബ താഴ്വരയിലെ ആദരണീയമായ വാർഷിക തീർത്ഥാടനമായ വിശുദ്ധ മച്ചേൽ മാതാ യാത്രക്കായി പോകുമ്പോഴാണ് ഈ തീർത്ഥാടകർ ദുരന്തത്തിൽപ്പെട്ടത്. ഏകദേശം 200 പേരെ ഇപ്പോഴും കാണാനില്ല എന്നതാണ് വിവരം. NDRFും സൈന്യവും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ? മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ചർച്ചയാകുകയാണ്. സെമി കണ്ടക്ടറുകൾ, ഊർജം, പ്രതിരോധം എന്നിവയിൽ പ്രാദേശിക ഉൽപാദനത്തിന് ഊന്നൽ നൽകുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഗണ്യമായ നികുതി പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന GST ദീപാവലി സമ്മാനം അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രസംഗത്തിനിടെ അദ്ദേഹം RSSനെ പ്രശംസിച്ചതിനെ പ്രതിപക്ഷം വിമർശിച്ചു. RSSന്റെ 100 വർഷത്തെ സേവനത്തെ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ NGO എന്ന് RSSനെ പ്രശംസിച്ചിരുന്നു. ഫുൾ ബ്ലോക്കാണ്. കാരണം NH 544 തൃശൂർ കൊച്ചി പാത ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയാണ്. മുരിങ്ങൂരിനും ആമ്പല്ലൂരിനും ഇടയിലുള്ള 3 കിലോമീറ്റർ ദൂരത്തിൽ വലിയ തിരക്കുണ്ട്. മുരിങ്ങൂരിൽ ലോറി മറിഞ്ഞതിനെ തുടർന്നാണ് ബ്ലോക്ക്. അപ്പോൾ അതുവഴി പോകുന്നവർ റൂട്ട് മാറ്റിപ്പിടിക്കുന്നത് നന്നാകും. അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക. അലാസ്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ഇതിന് നേരിട്ട് കരബന്ധമില്ല. ഇപ്പോൾ നമ്മൾ എന്തിനാണ് അലാസ്കയെ കുറിച്ച് സംസാരിക്കുന്നതെന്നില്ലേ? കാരണം വളരെ നയതന്ത്രപ്രദമായ ഒരു ഉച്ചകോടി അവിടെ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉന്നതതല ഉച്ചകോടിക്കിടെ അലാസ്കയിൽ കണ്ടുമുട്ടി. ഉക്രൈനിലെ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഈ കണ്ടുമുട്ടലിൽ നിന്നും ലോകം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. 3 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ഒരു കരാറിലും ഒപ്പുവെക്കാതെയാണ് ഇരുവരും തങ്ങളുടെ ഉന്നതതല ഉച്ചകോടി അവസാനിപ്പിച്ചത്. കൂടിക്കാഴ്ചയെ ഉൽപാദനക്ഷമം എന്ന് ഇരുവരും വിശേഷിപ്പിച്ചു. 30 വർഷത്തിനിടെ ആദ്യമായി അമ്മയിലെ ആദ്യ 2 സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക്. നടി ശ്വേതാ മേനോൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്വേതാ മേനോൻ 159 വോട്ടുകൾ നേടിയപ്പോൾ മുതിർന്ന നടൻ ദേവന് 127 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അതേസമയം കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചു. 57 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്.